തായ്ലൻഡ് വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. റൂമിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അൽക്കാസർ കാബ്രിറ്റി ഷോ കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് 6 മണിക്കാണ് ഷോയ. നമ്മളൊരു 5:30 ആയപ്പോൾ റൺവേ മാർക്കറ്റിലെത്തി. നമുക്ക് റൺവേ മാർക്കറ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം, പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് എന്തെങ്കിലും എടുക്കണം, അതാണ് ഉദ്ദേശം. അപ്പോൾ അവിടെ എല്ലാ തരം ഫുഡ് ഉണ്ട് കേട്ടോ. തായ്ലൻഡിനെ സംബന്ധിച്ച് ഒരു 5:30 കൂടിയാണ് ഫുള്ളി ഓൺ ആവുന്നത്. നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഫുള്ളും എല്ലാം 5:30 കൂടി നല്ല രീതിയിൽ ഓണായി, ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റപ്പായി വരും. മുതലേനെയൊക്കെ കണ്ടോ, നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ സീ ഫുഡ് ഉണ്ട്, പിന്നെ നമ്മുടെ പാറ്റ, പല്ലി, പുൽച്ചാടി, പുഴു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾ ഫ്രൂട്ട്സ് ആണ് ചൂസ് ചെയ്തത്. അവിടുത്തെ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രൂട്ട്സ് ആണ് വാങ്ങിയത്. അത് കോംബോ പാക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാത്തരം ഫ്രൂട്ട്സ്, പപ്പായ, പിന്നെ എന്താ അങ്ങനെയുള്ള എല്ലാ സാധനവും, പേരയ്ക്ക, അങ്ങനെ എല്ലാ സാധനമായിട്ട് കോംബോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചു കഴിച്ചു. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും കേട്ടോ. അത് കഴിച്ചതിന് ശേഷം 6 മണിയോട് കൂടി ഞങ്ങൾ ഷോയിലേക്ക് പോയി. അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമ്മൾ അൽക്കാസർ ഷോ കാണാൻ വേണ്ടി കയറി കേട്ടോ. സീറ്റ് നമ്പറൊക്കെ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ഇരിക്കണം. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. പിന്നെ നമ്മൾ മലയാളീസ് അല്ലേ, കട്ടും പാത്തും ഒക്കെ എടുക്കുമല്ലോ, അങ്ങനെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഷോ ആണ് കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. ഈ 1.5 മണിക്കൂർ എങ്ങനെ പോയതെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. അത്രയ്ക്ക് നല്ലൊരു ഷോ ആണ് കേട്ടോ. എനിക്ക് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഇവര് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നൊന്നും. കണ്ടെല്ലാം കഴിഞ്ഞാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അത്രയ്ക്ക് അവർക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ലേഡീസ് തോറ്റുപോകും, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അവരെ കാണാനായിട്ട്. നല്ലൊരു ഷോയാണ്. അത് കണ്ട് ആസ്വദിച്ചു. പിന്നെ അവിടെ തായ് കൾച്ചറും ഇന്ത്യൻ സോങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അവിടെ സോങ് ഒക്കെ ഇടുന്നത്. നമ്മുടെ ഇന്ത്യക്കാരാണ് കേട്ടോ ഈ ഷോ കാണാൻ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ അവിടെ ഇറങ്ങി നിൽക്കും. അവരുടെ കൂടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. ഇതുപോലെ അവർ ഇറങ്ങി നിൽക്കും. നമുക്ക് ഏത് തരത്തിൽ വേണം അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അതിന് 100 ബാത്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ ഫോട്ടോ എടുക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. അത് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് ഇന്ന് ട്രൈ ചെയ്യാന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ വന്നു. അവിടെയും എല്ലാത്തരം ഫുഡും ഉണ്ട് കേട്ടോ. ചിക്കൻ ആയിട്ടും അങ്ങനെ പലതരം ഫുഡുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെയാണ് വാങ്ങിയത്. ഇത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസാണ്. അവർ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതി തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് തീരെ പിടിച്ചില്ല. ആൾക്ക് നമ്മുടെ നാട്ടിലെ പൊറോട്ടയും മസാല ദോശയും പുട്ടുഇഡ്ഡലിയൊക്കെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. നമ്മൾ പോകുന്നത് ടുക്ടുക്കിലാണ്. അവിടുത്തെ ലോക്കൽ വണ്ടിയാണ് ടുക്ടുക്ക്. നഗര ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു.